ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള റെൻഡിംഗ് ആയിരുന്നു നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 11,142 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,255 വരെ 225 വരെ ഹൈ പോയി, തുടർന്ന് 11,194 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. HCL, റിലയൻസ്, ടെക് മഹീന്ദ്ര, സൺഫാർമ, ഇൻഡസിൻഡ് ബാങ്ക് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുമ്പോൾ ആകപ്പാടെ IT സെക്ടർ മാത്രമായിരുന്നു ഇന്നൊരു അപ് ട്രെൻഡിൽ നിന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും തന്നെ നെഗറ്റീവിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. പിന്നീട് ഒരു സൈഡ് വേയിൽ സെഷൻ പോയതിന് ശേഷം ഒരു ചെറിയ ഗെയിനോടുകൂടി മാർക്കറ്റ് എൻഡ് ആവുകയാണ് ഉണ്ടായത്. ഇന്ന് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ ആകപ്പാടെ 7 സ്റ്റോക്കുകളായിരുന്നു അഡ്വാൻസസ് നിന്നത്. അപ്പോൾ റിലയൻസ് അടക്കമുള്ള ഈ 7 സ്റ്റോക്കുകളായിരുന്നു നിഫ്റ്റിനെ വലിയ ലോസൊന്നും കൂടാതെ അല്ലെങ്കിൽ വലിയ ലോസിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയത്. അതല്ലായിരുന്നെങ്കിൽ വീണ്ടും നല്ലൊരു ലോസിനുള്ള സാധ്യത ഇന്ന് നിഫ്റ്റിയിൽ തെളിഞ്ഞു കാണുമായിരുന്നു. ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ പ്ലോട്ട് ആയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കഴിഞ്ഞ 4 ദിവസമായിട്ടൊരു കൺസോളിഡേഷൻ മൂഡാണ് മാർക്കറ്റിൽ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഈ ഒരു സപ്പോർട്ട്, അതായത് 11,050 ആ ഒരു റേഞ്ചിലുള്ള ഒരു സപ്പോർട്ടും, പിന്നെ അതുപോലെ തന്നെ 11,240 ആ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസും. അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ള മാർക്കറ്റാണ് നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിനെയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെയോ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു 11,240 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതല്ല, 11,050 ബ്രേക്ക് ചെയ്ത് താഴേക്കാണെങ്കിൽ വീണ്ടും ഒരു ഡൗൺ സൈഡിനുള്ള സാധ്യതകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതല്ല, ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷൻ മൂഡ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ RSI ഇൻഡിക്കേറ്ററിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ഓവർബോട്ട് റീജിയനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. 71 RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ ഇപ്പോൾ 71 മുകളിലാണ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഒരു കൺസോളിഡേഷൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റൈസ് വന്നതിന് ശേഷം ഒരു ഓവർബോട്ട് റീജിയൻ ടച്ചായി അല്ലെങ്കിൽ അതിനടുത്ത് എത്തിയ ശേഷം വീണ്ടും ഒരു കൺസോളിഡേഷൻ. അപ്പോൾ RSI ഇൻഡിക്കേറ്ററിൽ ഒരു കൂൾ ഓഫ് നടക്കുന്നു, പിന്നീടും ഒരു റൈസ്, പിന്നെ ഒരു കൂൾ ഓഫ്, പിന്നെ ഒരു റൈസ്, പിന്നെ കൂൾ ഓഫ്. അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ട്രെൻഡ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി ചാർട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കൂൾ ഓഫിനുള്ള സമയം അല്ലെങ്കിൽ സാധ്യതകളായിരിക്കും ഇനി മാർക്കറ്റിൽ കാണാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ക്ലോസ് ആയിട്ട് നെഫ്റ്റിനും ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആഴ്ചയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വീക്ക്ലി ചാർട്ടിലും പ്ലോട്ട് ആയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു 6 ആഴ്ചകളിലായിട്ട് മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു ബുള്ളിഷ് സിഗ്നലുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹോപ്പുകളാണ് നിഫ്റ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക ഈ ഒരു ലെവലിലേക്കൊക്കെ റീച്ചായി കഴിയുമ്പോൾ. അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ നല്ലൊരു നെഗറ്റീവ് എൻഡിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് 244 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ഉണ്ടായത്. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വീക്ക്ലി ജോബ്ലെസ് ക്ലെയിം ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ വീണ്ടും ഒരു വർധനവ് വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച വിഷയമായിരുന്നു US വീണ്ടും ഒരു സ്റ്റിമുലസ് പാക്കേജിനുള്ള നെഗോഷിയേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഡിലേ വരാനുള്ള സാധ്യതകൾ, ആ ഒരു സ്റ്റിമുലസ് പാക്കേജ് അനൗൺസ് ചെയ്യുന്നതിലൊരു ഡിലേ വരാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 വാർത്തകളായിരുന്നു ഇന്നലത്തെ US മാർക്കറ്റിനെ ഡൗണിലേക്ക് കൊണ്ടുപോയത്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഒരു US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും US ചൈന ടെൻഷൻസ് വീണ്ടും മുറുകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു US ഹോസ്റ്റണിലുള്ള ചൈനീസ് കോൺസുലേറ്റിനോട് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനൊരു തിരിച്ചടിയായിട്ട് ഇപ്പോൾ അവരോട് ബീജിങ് US ഗവൺമെൻറ്റിനോട് അവരുടെ ചൈനയിലുള്ളൊരു കോൺസുലേറ്റും വെക്കേറ്റ് ചെയ്യുക എന്ന രീതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, US വീണ്ടും കൂടുതൽ ട്രേഡ് മെഷേഴ്സ് കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ആ ഒരു US ചൈന ബന്ധത്തെ വീണ്ടും വഷളാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും കടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വീണ്ടും ഒരു കറക്ഷൻ വരാനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പം എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1% മുകളിലാണ് എല്ലാ മാർക്കറ്റും ഡൗണിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലും എല്ലാം തന്നെ ഡൗൺ സൈഡിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി ഇപ്പം 9 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കറക്ഷനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെയും നിങ്ങൾ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം നിഫ്റ്റിയുടെ ഒരു വരും ദിവസത്തെ തിങ്കളാഴ്ചത്തെ ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി രൂപയുടെ മൂല്യം വീണ്ടും ഏകദേശം ഒരു ചെറിയൊരു ലോസോട് കൂടി ഇന്ന് എൻഡായിരിക്കുകയാണ്. മോഡസ്റ്റ് ആയിട്ടുള്ള ലോസോട് കൂടി ഇന്ന് രൂപയുടെ മൂല്യം ഡോളറിന് അഗൈൻസ്റ്റ് എൻഡായി. 74.83 ഇന്ന് രൂപയുടെ മൂല്യം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു നെറ്റ് പർച്ചേസ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. 1,740 കോടിയുടെ നെറ്റ് പർച്ചേസ് അവർക്ക് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർക്ക് 931 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ആയിരുന്നു ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ അദാനി ഗ്രീൻ എനർജി, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടെക് മഹീന്ദ്ര, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോൾ ഗ്രാനുൾസിൻ്റെ, ദീപക് നൈട്രേറ്റ്, ഇങ്ങനെ കുറച്ച് കമ്പനികൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ ഗ്രാനുൾസിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ
ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്നത്തെ ഒരു ചാർട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് പ്രൈസും അതുപോലെ തന്നെ ലോ പ്രൈസും ഒരേ പ്രൈസായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് പ്രൈസും ലോ പ്രൈസും ഒരേ പ്രൈസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ആ ഒരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ആ ഒരു ദിവസം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ഒരു ഗ്രാനുവൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. RSI ഇൻഡിക്കേറ്ററിൽ ഇതിപ്പം നല്ലൊരു ഹൈ വാല്യൂവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കറക്ഷനുള്ള സാധ്യതകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് പ്രൈസും ലോ പ്രൈസും സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകളാണുള്ളത്. അപ്പോൾ അത് എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ സജഷൻ ബോക്സിൽ തരുന്നതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് വാച്ച് ചെയ്യുക. ഇനി ഇവരിൽ മാത്രമല്ല അടുത്തായിട്ട് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് നോക്കുകയാണെങ്കിൽ അതിലും ഇന്ന് ഓപ്പണിംഗ് പ്രൈസും ലോ പ്രൈസും സെയിം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒരു ഹൈയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി ഇന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളൊന്ന് വേർതിരിച്ച് ഫിൽറ്റർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി അവിടെ കിട്ടും. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതും RSI ഇൻഡിക്കേറ്ററിൽ ഇന്ന് ഹൈയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതൊന്ന് വാച്ച് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് എൻട്രി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതുമാത്രമല്ല ഇനി നമ്മൾ അടുത്തായിട്ട് ദീപക് നൈട്രേറ്റ് നോക്കുകയാണെങ്കിൽ 52 വീക്ക് ഹൈന് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഹൈ പ്രൈസിലൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അനലിസ്റ്റുകൾ എല്ലാവരും തന്നെ ഒരു ബൈ റെക്കമെൻഡേഷനാണ് ഈ സ്റ്റോക്കിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു എൻട്രി പോസിബിൾ ആണെങ്കിൽ അതിലൊന്ന് എൻട്രി കൊടുക്കുക. അപ്പോൾ ഇതിലും RSI ഇൻഡിക്കേറ്ററിൽ 70 മുകളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷനുള്ള ചാൻസസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനകത്ത്. ഇനി HCL ടെക്നോളജീസിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും വീണ്ടും ഒരു 52 വീക്ക് ഹൈനെ ബ്രേക്ക് ചെയ്താണ് ഇന്ന് സ്റ്റോക്ക് എൻഡായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 483 സ്റ്റോക്ക് പ്രൈസ് എൻഡായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതുകൊണ്ടൊന്ന് വാച്ച് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡ് കാണുകയാണെങ്കിൽ വീണ്ടും ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സ്റ്റോക്കിലും. ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസും ലോ പ്രൈസും സെയിം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡിലായിരുന്നു എന്നിട്ട് ഈ സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേഡിങ്ങിനുള്ള ഒരു ബൈ പോസിബിലിറ്റി ഈ സ്റ്റോക്കുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മദേഴ്സൺ സുമിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ ഫോർമേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ബിയറിഷ് റിവേഴ്സലിനുള്ള സാധ്യതകളാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇവിടെ ഈ ഒരു ലൈനിന് താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 93 താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു താഴേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതല്ല ഈ ഒരു വെഡ്ജ് ഫോർമേഷനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു 93 പ്രൈസിന് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ സ്റ്റോക്ക് വീണ്ടും ഒരു ഡൗൺ സൈഡിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ വിപ്രോ 4C എന്നൊരു കമ്പനീനെ അക്വയർ ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 68 മില്യൺ യൂറോസിൻ്റെ ഒരു ട്രാൻസാക്ഷൻ വഴിയായിട്ട് ഈ ഒരു അക്വിസിഷൻ മുഴുവൻ സെപ്റ്റംബർ 30-നുള്ളിൽ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബയോകോണിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 14.5% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ നോക്കുമ്പോൾ 26% ഡിക്ലൈനും ഉണ്ടായതായിട്ട് അവർ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഏഷ്യൻ പെയിൻസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 43% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 67% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. പെയിൻ സെഗ്മെൻറ്റിലെ റവന്യൂവിൽ നോക്കുമ്പോൾ 43% ഡിക്ലൈൻ ഉണ്ടായതായിട്ട് പറയുന്നു. പക്ഷേ ഒരു ജൂൺ മാസത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡബിൾ ഡിജിറ്റിലുള്ള ഗ്രോത്താണ് വോളിയത്തിലുണ്ടായിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഒരു ലോക്ക്ഡൗൺ റിലാക്സേഷനൊക്കെ വന്നതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല ഇവരുടെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റുകൾ നേപ്പാൾ, ബംഗ്ലാദേശ് അങ്ങനെയുള്ള മെയിൻ മാർക്കറ്റുകളെല്ലാം തന്നെ സെയിൽസിലൊക്കെ നല്ല ഇമ്പാക്റ്റാണ് വന്നിരിക്കുന്നത്. കാരണം ലോക്ക്ഡൗൺ ടൈംസ് ഒക്കെ കൊണ്ടുവന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റുകളായിരുന്നു അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റുകളെ തുടർന്നാണ് ഈ സ്റ്റോക്കിന് ഡൗണിലേക്ക് പോയത്. ഇനി എംഫസിസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 2.5% ഡിക്ലൈനും എബിഡയിൽ 6.3% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 22% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി വെർട്ടിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബാങ്കിങ് അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഈ ഒരു വെർട്ടിക്കലിലായിരുന്നു റവന്യൂവിൽ വർധനവുണ്ടായത് 5%. ബാക്കി എല്ലാ വെർട്ടിക്കലിലും നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിക്ലൈനാണ് എല്ലാ വെർട്ടിക്കലിലെ റവന്യൂവിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ക്വാർട്ടർ നോക്കുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെയും അങ്ങനെ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇവർക്ക് നല്ലൊരു റിസൾട്ട് ആയിരുന്നു ഇത്. അതുമാത്രമല്ല ഏകദേശം $216 മില്യൺ ഒരു പ്രോജക്റ്റ് ഈ ജൂലൈയിൽ സൈൻ ചെയ്തു എന്നും കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസ് ആയിരുന്നു ഇന്നത്തെ ഈ സ്റ്റോക്കിനെയും അപ് ട്രെൻഡിലേക്ക് കൊണ്ടുപോയത്. ഇനി അടുത്തായിട്ട് JSW സ്റ്റീലിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ 561 കോടിയുടെ നെറ്റ് ലോസ് ആണ് അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1028 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്.
കൺസോളിഡേറ്റഡ് ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ 40.29% ഡിക്ലൈനാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഈ ഒരു ഇമ്പാക്റ്റുകളെല്ലാം തന്നെ ഈ കൊറോണയുടെയും ലോക്ക്ഡൗണിൻ്റെയും ഇത് വന്നതുകൊണ്ടാണ് ഈ ഒരു ഇമ്പാക്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും മെയ്യും ജൂൺ മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ടോട്ടൽ യൂട്ടിലൈസേഷൻ്റെ 80% ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി അംബുജ സിമൻസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ ഇവർക്ക് 10.03% റൈസാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. അതായത് ഏകദേശം 453.37 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 412 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു സെയിൽസ് വോളിയത്തിലെല്ലാം തന്നെ ഈ കൊറോണയുടെയും ലോക്ക്ഡൗണിൻ്റെയും ഇതൊക്കെ വന്നതുകൊണ്ട് ഇമ്പാക്റ്റുകൾ ഉണ്ടായി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 46.5% ഡിക്ലൈനും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 38.9% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രിക് കൺസ്യൂമർ ഡ്യൂറബിൾ റവന്യൂവിൽ 44% ഡിക്ലൈനും ലൈറ്റ്നിങ് പ്രൊഡക്റ്റ് റവന്യൂവിൽ 55% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും കൊറോണയുടെ ഇമ്പാക്റ്റ് തന്നെയാണ് ഇവരും കാണിച്ചിരിക്കുന്നത്. ഇനി അതുലിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 37% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 21% ഡിക്ലൈനും ഉണ്ടായിട്ടുണ്ട്. ഇനി സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ലൈഫ് സയൻസ് കെമിക്കൽ ബിസിനസ്സിൽ 22% ഡിക്ലൈനും പെർഫോമൻസ് അതുപോലെ തന്നെ അതർ കെമിക്കൽ റവന്യൂവിൽ 43% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9% വർധനവും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 24% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഗ്രോസ് എൻ പി എയിലും നെറ്റ് എൻ പി എയിലും ഒരു നല്ലൊരു കുറവ് വന്നതായിട്ടും അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സേവിങ്സ് ഡെപ്പോസിറ്റിലും 14.45% വർധനവും ഉണ്ടായതായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് സംബന്ധിച്ചുള്ള ഒരു ഗുഡ് ന്യൂസ് ആയിരുന്നു ഈ ഒരു കൊറോണ കാലഘട്ടത്തും ഇത്ര നല്ലൊരു റിസൾട്ട് കാണിക്കാൻ സാധിച്ചത്. അതുമാത്രമല്ല ഈ ഒരു ചെറുകിട വ്യാപാരത്തിൽ 24% കസ്റ്റമേഴ്സ് മൊറട്ടോറിയം ടേം ലോൺസിൽ എടുത്തിട്ടുണ്ടെന്നാണ് അവർ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 30.4% വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 5.5% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഗ്രോസ് എൻ പി എയിൽ നേരിയ ഒരു വർധനവ് കാണിച്ചിരിക്കുന്നു. നെറ്റ് എൻ പി എയിലേക്ക് നോക്കുമ്പോൾ ഒരു കുറവും വന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി സെൻസാർ ടെക്നോളജീസിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 2.6% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 5.5% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നെറ്റ് പ്രോഫിറ്റിനുള്ള കാരണമായി നിന്നത് അതർ എക്സ്പെൻസസിലുള്ള കുറവാണ് ഈ ഒരു മാർജിനിലൊക്കെ വർധനവ് വരാൻ കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ABB ഇന്ത്യയുടെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 43% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 77% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിലും എല്ലാ സെഗ്മെൻറ്റും തന്നെ ഒരു ഡൗണിലാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 30 മുതൽ 60% തന്നെ ഒരു റവന്യൂ ഡൗൺ ആണ് എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ടായതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി PNC ഇൻഫ്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അടുത്ത് നിന്ന് 2 പ്രോജക്റ്റ് വിൻ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 പ്രോജക്റ്റിൻ്റെയും വർത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1547 കോടിയുടെ പ്രോജക്റ്റായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് ഇവരെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇനി അടുത്തായിട്ട് കാത്തലിക് സിറിയൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം SBI ഫണ്ട് മാനേജ്മെൻറ്റ് അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു അപേക്ഷ RBIൻ്റെ ഭാഗത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അവർ കറൻ്റ്ലി 4.73% സ്റ്റേക്കാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു 10% സ്റ്റേക്ക് അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവലിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്രൂവൽ കിട്ടി എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ സ്റ്റോക്കിനെ അപ്പിലേക്ക് പോകാൻ കാരണമായി നിന്നത്. ഇനി ഇൻഡസ്ഇൻഡ് ബാങ്കിലേക്ക് വരുമ്പോൾ റൗട്ട് 1 ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അവരും ഇതേപോലെ തന്നെ അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് RBIൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്രൂവലിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 10% സ്റ്റേക്ക് വീണ്ടും അക്വയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവർ കറൻ്റ്ലി 4.96% സ്റ്റേക്കാണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കും ഒരു അപ്രൂവൽ കിട്ടി എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ സ്റ്റോക്കും അപ് ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങളും ഈ ഒരു ന്യൂസുകളും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അനാലിസിസിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിപ്പിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.